ഹായ് ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സിന്റെ പ്രിലിമിനറി എക്സാമിന് ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ്, അതിന്റെ ഒരു അപ്രോച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു മറ്റ് സബ്ജക്റ്റുകളുടെയും കൂടെ നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പോർഷന്റെ ഇനി നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അതുപോലെ തന്നെ ഇനി പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പോർഷന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പല ഉദ്യോഗാർത്ഥികളും ഒഴിവാക്കുന്ന ഒരു പോർഷൻ, മെജോറിറ്റി ഉദ്യോഗാർത്ഥികൾ ഒഴിവാക്കുന്ന ഒരു പോർഷനാണ് സയൻസ് ആൻഡ് ടെക്. അത് പഠിക്കുന്ന ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഒഴിവാക്കുന്ന ഒരു പോർഷനാണ് സയൻസ് ആൻഡ് ടെക്. കാരണം പല കാരണങ്ങളുണ്ട്. എവിടെ നിന്ന് നമ്മൾ പഠിക്കണം, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് മതിയാകുമോ, ഇതിന്റെ കറണ്ട് അഫയേഴ്സ് എവിടെയൊക്കെയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീരുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഡൗട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പോർഷൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ് ഇതിൽ നിന്ന് വരുന്നത്. 5 മാർക്ക്, ഓരോ മാർക്കും വിലപ്പെട്ടതാണ് അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്ന 1 മാർക്കിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വരുന്നത് 5 മാർക്കാണ്. ഈ ഒരു 5 മാർക്കിന് വേണ്ടി നമ്മുടെ മുന്നിൽ ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, മറ്റ് സബ്ജക്റ്റുകളുണ്ട് കവർ ചെയ്യാൻ. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 5 മാർക്ക് നമുക്ക് എങ്ങനെ വേഗത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു 5 മാർക്കിനകത്തുള്ള മാക്സിമം മാർക്കിൽ നമ്മൾ എങ്ങനെ വേഗത്തിൽ ആ പോർഷൻസ് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ റിവൈസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇത് നോക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പർ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഡിഗ്രി പ്രിലിംസിന് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ മാർക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 39 മാർക്സ്, 39 മാർക്കാണ് ഇതുവരെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 8 എക്സാമുകളിൽ നിന്നായിട്ട് ഒരു എക്സാമിന് 4 മാർക്കിനുള്ള ചോദ്യം ചോദിച്ചു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സാമുകളിലും 5 മാർക്കിന് ചോദ്യം കൃത്യമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉണ്ട്, പക്ഷേ കറണ്ട് അഫയേഴ്സിനേക്കാളും കൂടുതൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിക് ടോപ്പിക്കുകളും അതുപോലെ ചില പ്രത്യേക മേഖലകളിൽ നിന്നുമാണ് വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ നിന്നും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സിലബസിനകത്ത് കൃത്യമായിട്ട് കാണാം ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്ന മേഖല. ആ മേഖലയിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 8 എക്സാമുകളിൽ നിന്ന് 10 ചോദ്യങ്ങൾ ISRO DRDO അതിനകത്താണ് വരുന്നത്. എൻവയോൺമെന്റൽ സയൻസ് 13 ചോദ്യങ്ങൾ, എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി 5 ചോദ്യങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജി 11 മാർക്ക്, 11 ചോദ്യങ്ങൾ. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലേ, ഇതെന്താണ്, ഇത് സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത് ഇങ്ങനെ സിലബസ് വൈസിട്ടല്ല, പകരം ടോപ്പിക്, ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന്, ചില പ്രത്യേക ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട്, ആ ഏരിയാസ് ഏതാണ്, ആ ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ റിവിഷൻ നടത്താനുള്ള ആ പെർട്ടിക്കുലർ ഏരിയാസിലാണ്, നിങ്ങളെ പഠനം ഫോക്കസ് ചെയ്യാനുള്ള ആ ഏരിയാസിലാണ് 5 മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കാനുള്ളത്. ആ ഏരിയാസ് ഏതൊക്കെ നമുക്ക് വേഗത്തിൽ നോക്കാം. നമുക്ക് എല്ലാം ഇനി ചെയ്യാനുള്ള വേഗത്തിലാണ്, കാരണം സമയം വളരെ കുറവാണ്. ആദ്യം നമ്മൾ നോക്കുന്ന ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്ന 10 മാർക്കിനാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിനകത്ത് ISRO 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ISRO 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ISRO ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ISRO നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ISRO ഫോം ചെയ്ത വർഷത്തിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. ISROനെ പറ്റി താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയല്ലാത്തത്, അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിനെ പറ്റി ചോദ്യം. അപ്പൊ ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ ഫോർമേഷൻ ഇയർ, ഏത് വർഷമാണ് ഫോം ചെയ്തത്, ദെൻ ആൻഡ്രിക്സ് കോർപ്പറേഷൻ അറിയാലോ, അതുപോലെ തന്നെ NRSC, ആസ്ട്രോസാറ്റ് എന്നിങ്ങനെ പറയുന്ന ഒരുപാട് ISRO ആയിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ശരി, പിന്നെ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ, മീൻസ് അത് അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് വൈസും അല്ലാതെയും എന്ത് ചെയ്തിട്ടുണ്ട്, ISROയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ISRO പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇനി സ്പേസ് സയൻസിനെ പറ്റി 8 പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷയിൽ ISRO അല്ല, പകരം അവിടെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന ബയോഫ്യൂവൽ റോക്കറ്റിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള സ്പേസ് ടെക്നോളജിയിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ISRO ഉറപ്പായിട്ട് നോക്കിക്കൊണ്ട് പോവുക. അതിനൊപ്പം കറണ്ട് അഫയേഴ്സ് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതും കൂടെ നോക്കുക. ISRO ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കറണ്ട് അഫയേഴ്സും കൂടെ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെയാണ് DRDO 2 മാർക്കിന് 2 എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അറിയാലോ, DRDOനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. DRDOനെ പറ്റി ചോദിച്ചത് റോക്കറ്റ് ലോഞ്ചറിനെ പറ്റി, അതുപോലെ ഫോർമേഷൻ, DRDOയുടെ വെപ്പൺ,
തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് DRDOയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ DRDO 2 മാർക്ക്. അപ്പൊ ISROയും DRDOയും അതിന്റെ കറണ്ട് അഫയേഴ്സും സ്പേസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ 10 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ISROയും DRDOയും നോക്കിയാൽ തന്നെ 9 മാർക്കിന്റെ ചോദ്യങ്ങളായി. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നു. ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ISROയും DRDOയും കൂടെ നോക്കിക്കഴിഞ്ഞാലും 2 മാർക്കിന്റെ ചോദ്യങ്ങളായി അല്ലെ. 5-ൽ 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനിയൊരു ചോദ്യം വരും, ISROയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പഠിക്കണം, ISROനെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ എവിടെ നോക്കി പഠിക്കണം എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ISROനെ പറ്റി പഠിക്കാൻ ISROയുടെയും DRDOനെയും പറ്റി പഠിക്കാൻ DRDOയുടെയും വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. വെബ്സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കംപ്ലീറ്റ് വിവരം കിട്ടും. ഇനി വെബ്സൈറ്റിനകത്ത് എങ്ങനെ നമ്മൾ നോക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇത് നോക്കിയേ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് ISROയുടെ വെബ്സൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ISROയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുന്ന ISROയുടെ വെബ്സൈറ്റ് തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എബൌട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ, അവരെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ പ്രൊഫൈലിൽ കിട്ടും. എബൌട്ട് ISRO ഫോം ചെയ്തത് എന്നാണ്, അല്ലെങ്കിൽ എന്ത് മീൻസ് അതായത് ISRO ഈ പറയുന്ന അവരുടെ ചരിത്രം ഉണ്ടല്ലോ, വിക്രം സാരാഭായിയുടെ പറ്റിയുള്ളതും ISROനെ പറ്റിയുള്ളതുള്ള കംപ്ലീറ്റ് ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വെബ്സൈറ്റ് നോക്കുക. അതുപോലെ അവരുടെ ആക്ടിവിറ്റീസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന ലിങ്കിനകത്ത് കാണാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്. താഴെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. കണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്, സ്റ്റുഡന്റ് സാറ്റലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെയാണ് സ്റ്റുഡന്റ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ സ്മോൾ സാറ്റലൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കുക. കുറച്ച് സമയം, ഒരു ദിവസത്തിന്റെ, അത് ഒരു പകുതി ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ ISRO ഈ പറയുന്ന വെബ്സൈറ്റ് വാരി പറക്കി നമുക്ക് തൂത്തുവാരി എടുക്കാവുന്ന രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ISRO അതുപോലെ തന്നെ DRDOയുടെ വെബ്സൈറ്റും ഉണ്ട്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ഞാൻ DRDOയുടെ വെബ്സൈറ്റ് എടുക്കുന്നില്ല. ഞാനിവിടെ നിങ്ങൾക്ക് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ISROയുടെ വെബ്സൈറ്റ് എടുക്കുക. വെബ്സൈറ്റ് എടുത്തിട്ട് അവരുടെ എബൌട്ട് അസ്, ഏതൊരു വെബ്സൈറ്റ് എടുക്കുമ്പോഴും എബൌട്ട് അസ്, അവരെ പറ്റി നമ്മൾ നോക്കുക, അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കുക, അവരുടെ പ്രവർത്തനങ്ങൾ നോക്കുക, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കണം. കംപ്ലീറ്റ് നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കിട്ടും എന്നുള്ള ഞാൻ ഉറപ്പ് തരാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റും കറണ്ട് അഫയേഴ്സും നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടുന്നുള്ള ഉറപ്പാണ്. പിന്നെ അതിനൊപ്പം DRDO കൂടെ നോക്കുക. കറണ്ട് അഫയേഴ്സിൽ എന്തെങ്കിലും ISROയെ പറ്റി വരുന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കുക. 10 മാർക്കാണ് മുൻ വർഷങ്ങളിൽ നിന്ന് സ്പേസ് ആൻഡ് ഡിഫൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതായി. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 8 പരീക്ഷകളിൽ 10 മാർക്കാണ്. 1-ലധികം ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അടുത്ത എനർജി. ഒരു കാര്യം പറയട്ടെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് മാർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എനർജി എന്ന് പറയുന്ന പോർഷനാണ്. എനർജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ചൊന്ന് ശ്രദ്ധ കൊടുത്താൽ, വളരെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ, വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് അവിടെ റിവിഷൻ ചെയ്യാനോ പഠിച്ചെടുക്കാനോ പറ്റുന്ന പോർഷനാണ് എനർജി. റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ, പുനരുപയോഗിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള വൈദ്യുതികൾ ഏതൊക്കെയാണ്. സോളാർ നമ്മൾ പഠിക്കുന്നു, ഫോസിൽ ഫ്യൂൽസ് പഠിക്കുന്നു. ഇതിനെല്ലാം പറ്റി പഠിക്കാൻ അധികം സമയം ആവശ്യമാണോ? ഇല്ല. ഇനി ഇന്ത്യയിലെ പവർ പ്ലാന്റുകൾ നമുക്കറിയാം. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ പറ്റി കൂടുതൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്പെഷ്യൽ ഫോക്കസ് ന്യൂക്ലിയർ എനർജി കൊടുക്കണം. മറ്റ് മേഖലയിൽ നോക്കണ്ടെന്നല്ല, നോക്കണം. പക്ഷെ ന്യൂക്ലിയർ എനർജിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇന്ത്യയിലെ ഓരോ എനർജി സോഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, തെർമൽ, ഹൈഡൽ പവർ, അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയർ എനർജി, മറ്റ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി തുടങ്ങിയ ഓരോ എനർജിയും ഇന്ത്യയുടെ മൊത്തം എനർജി പ്രൊഡക്ഷൻ, ഇന്ത്യയുടെ മൊത്തം ഊർജ്ജ ഉൽപാദനത്തിൽ ഓരോ സോഴ്സും എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ തെർമൽ ആണെന്ന് നമുക്കറിയാം. കോൾ, കൽക്കരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് എത്ര ശതമാനമാണ്? കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ എനർജിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് സിമ്പിളായി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന് 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എനർജിയിൽ നിന്ന് 1 മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ എളുപ്പത്തിൽ പഠിക്കാം. ISRO നോക്കുന്ന പോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, സയൻസ് ആൻഡ് ടെക്നോളജി തൊടാത്ത ആൾക്കാർക്കും ഇത് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങിയ പോർഷനിൽ നിന്ന് 4 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോർഷനല്ലേ, പഠിക്കാൻ എളുപ്പമല്ലേ. ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്ട് ഏതൊക്കെയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ ഇതിന് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഒരു ചോദ്യമുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് പുറന്തള്ളുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണ്? ഇനി താഴെ പറയുന്ന ഗ്യാസുകൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? അപ്പൊ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതൊക്കെ നമ്മൾ ഈ പോർഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ
ഇത് മറ്റത് രണ്ടിന്റെ അത്രയും സമയം പോലും ആവശ്യമില്ല, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ കിട്ടും. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അത് ചിലപ്പോൾ ഒരു ട്രിക്കി ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാൻ സാധ്യത. പക്ഷേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വളരെ ചെറിയൊരു പോർഷനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരിക്കൽ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും നോക്കേണ്ട കാര്യമില്ല എന്താണ് സുസ്ഥിര വികസനം. വളരെ കുറച്ച് കാര്യങ്ങളെ അതിൽ നോക്കാനുള്ളൂ, വളരെ കുറച്ച് നോക്കാനുള്ളൂ. നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കട്ടെ, പറ്റുമെങ്കിൽ തന്നെ ഉടൻ തന്നെ എന്ത് ചെയ്യാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു വീഡിയോ നമുക്ക് യൂട്യൂബ് ചാനലിൽ ചെയ്യാം. ബാക്കിയുള്ള പോർഷൻസിനെ പറ്റിയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റി ഒരു പോർഷൻ, കാരണം അത് മറ്റിടത്തും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഉടനെ തന്നെ നമുക്ക് യൂട്യൂബിൽ ചെയ്യാം. ഇനി ഡിസീസസ്, നമ്മൾ മുന്നേ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നതിന് മുന്നേ ബയോളജിയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നതാണ് ഡിസീസസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ ഡിസീസുകൾ നോക്കുക. അത്രത്തോളം പുതുമയുള്ള ഒരു സാധനമല്ലോ. നിങ്ങൾക്ക് ഇനി പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിലും വളരെ എളുപ്പത്തിൽ റാങ്ക് ഫയലുകളോ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. വൈറൽ ഡിസീസ് ഏതാണ്, ബാക്ടീരിയൽ ഏതാണ്, ഫംഗൽ ഡിസീസ് ആണ്, പലതരത്തിലുള്ള കോഡുകളും അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് പഠിക്കാം. ഇനി ടെസ്റ്റുകൾ, വൈഡൽ സെറോളജി ടെസ്റ്റിനൊക്കെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ആന്റിബോഡീസ്, നമ്മുടെ ബ്ലഡിൽ ആന്റിബോഡീസ് ഉണ്ടോ നോക്കുന്ന സെറോളജി ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വൈഡൽ ടെസ്റ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളെ പറ്റി എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇത് റിവൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ദെൻ വാക്സിൻസ്, കോവിഡ് വാക്സിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ ലൂയിസ് പാസ്റ്ററിനെ പറ്റിയുള്ള വാക്സിൻ, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത വാക്സിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ്, കാരണം കോവിഡ് വാക്സിൻ എന്ന് പറയുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ്, അതിൽ നിന്ന് ചോദ്യം വരുന്നു. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്കാണ്. കുറച്ചൊന്ന് സമയം എടുത്ത് പഠിച്ചാൽ ഇതെല്ലാം തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാവുന്നതാണ്. വാക്സിനുകൾ പ്രധാനപ്പെട്ടതും കറണ്ട് അഫയേഴ്സിൽ വരുന്നതായിട്ടുള്ള വാക്സിനുകൾ, പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വാക്സിനുകൾ, പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ, വൈറൽ ബാക്ടീരിയൽ ഫംഗൽ ഡിസീസ്, ഇത്രയും മാത്രം. വൈറൽ ബാക്ടീരിയൽ ഫംഗൽ ഡിസീസ് പഠിക്കുക, അത് തീർന്നു. ടെസ്റ്റുകൾ, പ്രധാനപ്പെട്ട ഒരു 10-20 ടെസ്റ്റുകൾ ഉണ്ട്, ആ ടെസ്റ്റുകൾ പഠിക്കുക. പ്രധാനപ്പെട്ട വാക്സിനുകൾ, അതിൽ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അതും പഠിക്കുക. ഡിസീസസ് എന്ന് പറയുന്ന പോർഷൻ തീർന്നു. 5 മാർക്കാണ്. 1 മാർക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാർഡ്സിന്റെ സ്റ്റേറ്റുകൾ, ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെയാണ് വെസ്റ്റേൺ ഗാർഡ്സ് കടന്നു പോകുന്നത്, എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റുകൾ ഉണ്ട്, വെസ്റ്റേൺ ഗാർഡ്സിലെ പ്രധാനപ്പെട്ട മൗണ്ടൻ, അതായത് നമുക്കറിയാം വെസ്റ്റേൺ ഗാർഡ്സിന്റെ നോർത്ത് ഭാഗം അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ സൗത്ത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും കൂടെ ചേരുന്ന ഭാഗം എവിടെയാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പർവ്വത നിരകൾ, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ ബേസിക് ആയിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗം ഒന്ന് കവർ ചെയ്യുക. അതിൽ നിന്ന് ചിലപ്പോൾ, പറയുന്നില്ല കാരണം 2 മാർക്കേ ഉള്ളൂ, ചിലപ്പോൾ 1 മാർക്ക് കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. ദെൻ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി, അങ്ങനെ 2 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. സമയമുള്ളവരാണെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, വൈൽഡ് ലൈഫ് സാങ്ച്വറികളെ പറ്റിയുണ്ടല്ലോ, വൈൽഡ് ലൈഫ് സാങ്ച്വറികളും നാഷണൽ പാർക്ക്, ഇത് നമുക്ക് അവസാനം നോക്കിയാൽ മതി. വൈൽഡ് ലൈഫ് സാങ്ച്വറികളും നാഷണൽ പാർക്കിന്റെയും പറ്റി ഒന്ന് നോക്കുക. മറ്റൊന്ന് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട ട്രീറ്റികൾ, നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഉണ്ട്. ട്രീറ്റികൾ ഉണ്ടല്ലോ, ട്രീറ്റികളും സ്ഥാപനങ്ങളും നോക്കുക. നമ്മളിപ്പോൾ റാംസാർ ട്രീറ്റി നിങ്ങൾക്ക് നോക്കാം, IUCN എന്ന് പറയുന്ന സ്ഥാപനത്തിനെ പറ്റി നോക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡേയ്സ് ആൻഡ് തീംസ്, വേൾഡ് വാട്ടർ ഡേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ദിവസമുണ്ട്, അത് പലതരത്തിലുള്ള ദിനങ്ങളുണ്ടല്ലോ, വേൾഡ് വാട്ടർ ഡേ, ഫോറസ്റ്റ് ഡേ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഡേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദിവസങ്ങളുണ്ട്. അത്തരത്തിലുള്ള ദിനങ്ങളും ദിനങ്ങളുടെ തീമുകളും എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം, നോക്കുക. ദെൻ മൂവ്മെന്റ്സ്, അതിനെപ്പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ചിപ്കോ മൂവ്മെന്റിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലീഗൽ ആസ്പെക്ട്സ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലുള്ള കാര്യങ്ങൾ, പോളിസികളെ പറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് സയൻസ്, ടെക് ആൻഡ് ഇന്നോവേഷൻ പോളിസി, അത്തരത്തിലുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യൻ നാഷണൽ ലെവലില് പ്രധാനപ്പെട്ട ട്രീറ്റികളും പോളിസികളും നിയമങ്ങളും, അതുപോലെ ഇന്ത്യക്കകത്തുള്ള പരിസ്ഥിതി മൂവ്മെന്റുകൾ, പരിസ്ഥിതി സംഘടനകൾ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവൽ IUCN പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ IUCN പറ്റി നോക്കുക, IUCN നോക്കുക. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രീറ്റി, നമ്മൾ റാംസാർ ട്രീറ്റിയുടെ കാര്യം പറഞ്ഞു, അതുപോലുള്ള കാര്യങ്ങൾ. ദെൻ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യും നോക്കുക. 5 മാർക്കാണ് അതിൽ നിന്ന് വരുന്നത്. പ്രധാനപ്പെട്ട മുൻ വർഷങ്ങളിൽ അതിൽ നിന്ന് ഏതൊക്കെ മേഖലകളിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. ഇനി ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ന് പ്രധാനപ്പെട്ട സയൻസ് പ്രോഗ്രാമുകൾ, അതായത് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, അതുപോലെ പോളിസികൾ, സയൻസ് കോൺഗ്രസ്,
108ാമത് സയൻസ് കോൺഗ്രസിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ ഇതൊരു പ്രധാന മേഖല, 2 ചോദ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സയന്റിസ്റ്റ് ആൻഡ് ഡിസ്കവറീസ്, അതായത് ഒന്ന് PC റോയിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ലോകത്ത് എന്തെല്ലാം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഈ ഒരു തിയറി കണ്ടുപിടിച്ചു. ഇന്ത്യക്കാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഇതിന്റെ ഫാദർ ആണെന്ന് അറിയപ്പെടുന്നു. ശാസ്ത്ര മേഖലയിൽ ഇന്ത്യക്കാരായിട്ടുള്ള സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ, നൊബേൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ല നൊബേൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടോ? അതുപോലെ ഇവര് ലോക ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയിട്ടുള്ള എന്താണ്? ഇന്ത്യയും ശാസ്ത്രവും, ഇന്ത്യക്കാരായിട്ടുള്ള സയന്റിസ്റ്റുകളും അവരുടെ ഡിസ്കവറിയും അവര് ശാസ്ത്രത്തിന് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ദെൻ മറ്റൊന്ന് ചോദ്യം ഉണ്ടായിരുന്നത്, ഇത് അവസാനം ഇത് ഒറ്റ ചോദ്യമായിരുന്നു, ഹൈഗ്രോമീറ്റർ. അതെന്തിന്റെ ഡിവൈസ് ആണ്? അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ വളരെ കുറച്ച് മേഖലകളായിട്ട് ചുരുക്കിയിട്ടുണ്ട്. വലിയൊരു സിലബസിനെ വളരെ കുറച്ച് നമുക്ക് ചുരുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കുറച്ചായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ISRO DRDO മിസ് ചെയ്യരുത് നിങ്ങൾ. ദെൻ എനർജി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പറ്റുന്ന മേഖലയാണ്. ഗ്ലോബൽ വാർമിംഗ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ദെൻ ഡിസീസസിനെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ വെസ്റ്റേൺ ഗാർഡ്സ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 2 ചോദ്യങ്ങൾ. ഇതിലെ ചിപ്കോ മൂവ്മെന്റ് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചിപ്കോ ഒന്ന് പ്രാധാന്യം കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മൂവ്മെന്റുകൾ, ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക്നോളജി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു 5-ല് 3 മാർക്കെങ്കിലും നമുക്ക് ഇത്രയും മേഖലകൾ പഠിച്ചാൽ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. 3 മാർക്കെങ്കിലും നമുക്ക് കിട്ടും. പക്ഷെ 5-ന് പഠിക്കുമ്പോൾ 5-ൽ 5 മാർക്കിന് വേണ്ടി പഠിക്കുക, ഇത്രയും പോർഷൻസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. പക്ഷെ ഒരു 3 മാർക്കെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്തൊരു ദിവസം വേറൊരു സബ്ജക്റ്റിലെ കീ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാനുള്ള കീ ടോപ്പിക്കുകളായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഇതിലെ തന്നെ നമ്മൾ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.